നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം തീർച്ചയായും വലിയ വിഷനുള്ള ഒരു കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെരിന്തൽമണ്ണയിൽ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സിവിൽ സർവീസ് അക്കാദമി മുതലുള്ള കാര്യങ്ങളെല്ലാം നജീബ് നേതൃത്വം നൽകിയ കാര്യമാണ്. ഈ ഒരു സ്കെയിലപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിലുള്ള വലിയ ഐഡിയാസുള്ള ചെറിയ രീതിയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ ആളുകൾക്ക് ലോകത്തിൻ്റെ വാതായനം തുറക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അത് പെരിന്തൽമണ്ണയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദുബായിലെ പ്ലാറ്റ്ഫോമിൽ കൂടി സ്കെയിലപ്പ് വന്നിരിക്കുകയാണ്. ദുബായ് തീർച്ചയായും ബിസിനസ്സിൻ്റെ പറുദീസയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു റൂളറുടെ കൂടെയാണ്. അപ്പോൾ മുന്നേയുള്ള ദുബായ് എങ്ങനെയായിരുന്നു എന്നും ആ ഒരു വിഷൻ എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടാണ് ഇന്നത്തെ ദുബായ് മാറിയിരിക്കുന്നത് എന്നെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ദുബായിലെത്തിയ സ്കെയിലപ്പിന് എല്ലാ ആശംസകളും നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൂടെ ഇരിക്കുന്ന ഹസൻക, തീർച്ചയായും നമ്മൾ യങ് ബിസിനസ് ആളുകൾ മാതൃകയാക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ജീവിതമായിരിക്കും. എളിയ രീതിയിൽ തുടങ്ങി ഇന്നത്തെ രീതിയിൽ ഫ്ലോറ വലുതായിട്ടുണ്ടെങ്കിൽ അത് ദുബായിയുടെ മണ്ണ് തന്നെയാണ് ബിസിനസ്സിന് അനുയോജ്യം എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. ഹസൻഖാനെ പോലെ നൂറുകണക്കിന് ബിസിനസ് ലീഡേഴ്സ് ഇവിടെ വളർന്ന് വലുതായിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ പെരിന്തൽമണ്ണയിലും അതേപോലെ കേരളത്തിലുമുള്ള ഒരുപാട് ചെറിയ എൻ്റർപ്രനേഴ്സ് അവരുടെ എല്ലാം വിജയം ഉണ്ടാവട്ടെ. അവർക്കെല്ലാം സ്കെയിലപ്പ് നല്ല ഒരു പ്ലാറ്റ്ഫോമായി മാറട്ടെ. ദുബായ് മാത്രമല്ല, ആഗോള തലത്തിലുള്ള എല്ലാ രീതിയിലും എല്ലാ രാജ്യങ്ങളിലും ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ യുവ സംരംഭകർക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നജീബ് കാക്കും അതേപോലെ ഈ സ്കെയിലപ്പിൻ്റെ സാരഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.